രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂമാഫിയ കൊള്ളയടിച്ചത് പിന്നോക്കക്കാരുടെയും പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ഭൂമിയുടേതാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കുന്നില്ല എന്നും വോട്ട് ബാങ്കിനായി കോൺഗ്രസ് വഖഫ് നിയമം ഭേദഗതി ചെയ്തുവെന്നും ഹരിയാനയിലെ ഹിസാറിലെ പൊതുയോഗത്തിൽ മോദി പറഞ്ഞു. കോൺഗ്രസ് മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇതാണ് പുതിയ നിയമത്തോടുള്ള അവരുടെ എതിർപ്പ് തെളിയിക്കുന്നതെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യാത്തതെന്നും അവർ തെരഞ്ഞെടുപ്പിൽ 50% മുസ്ലിം സ്ഥാനാർത്ഥികൾക്കായി സംവരണം ചെയ്യാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ അധികാരം നേടുന്നതിന് വേണ്ടി മാത്രം അവർ ഭരണഘടനയെ ഉപയോഗിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് അധികാരം നിലനിർത്താൻ ഭരണഘടനയുടെ ആത്മാവിനെ കൊലപ്പെടുത്തി. ഭരണഘടന ഒരു മതേതര സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അത് നടപ്പിലാക്കിയിട്ടില്ല എന്നും മോദി പറഞ്ഞു. ബി.ആർ. അംബേദ്കറുടെ ജീവിതവും പ്രത്യയശാസ്ത്രവും LDA സർക്കാരിനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദന സ്തംഭമായി മാറിയെന്നും അംബേദ്കർ ജയന്തി ദിനത്തിൽ മോദി പറഞ്ഞു. തന്റെ സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും നയങ്ങളും അംബേദ്കറിനെ സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യരെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യം. ഹരിയാന അതിവേഗം സുസ്ഥിര വികസനത്തിലേക്ക് കുതിക്കുകയാണ്. വികസനം എന്നത് മന്ത്രമാണ് പിന്തുടരുന്നതും മോദി പറഞ്ഞു. ഹിസാർ വിമാനത്താവളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള വിമാന സർവീസും മറ്റു വികസന പരിപാടികളും ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ പുണ്യഭൂമിയായ ഹരിയാനയെ ശ്രീരാമന്റെ നഗരവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് നഗരങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കും. ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടലും മോദി നിർവഹിച്ചു. ഹരിയാനയുടെ അഭിലാഷങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വിമാന സർവീസിന്റെ തുടക്കമാണിതെന്നും മോദി പറഞ്ഞു.